ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം ഉരുത്തിരിയുന്ന ഒരു വലിയ ചോദ്യമാണ് ഇറാന്റെ ആണവ പദ്ധതികൾ എത്രത്തോളം നശിപ്പിക്കുവാൻ ഇസ്രായേലിനും യുഎസിനും സാധിച്ചിട്ടുണ്ട് എന്നത്. ഇസ്രായേൽ പ്രതിരോധ സേന നൽകുന്ന യുദ്ധാനന്തര റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരമാണ് ജൂൺ 13-ന് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം ആരംഭിക്കുമ്പോൾ കുറച്ച് മാസത്തിനുള്ളിൽ ഇറാൻ ആണവ ആയുധ നിർമ്മാണം എന്ന ലക്ഷ്യത്തിനടുത്ത് എത്തിയിരുന്നു. ഇത് വലിയൊരു വിജയം മാത്രമല്ലെന്നും ആണവ ശാസ്ത്രത്തിന്റെ ഗൗരവവും ഗഹനതയും ആവശ്യപ്പെടുന്ന ചരിത്ര പ്രാധാന്യമുള്ള പ്രവർത്തനമായാണ് ഇസ്രായേൽ കാണുന്നതെന്നുമാണ് IDFന്റെ അഭിപ്രായം. ഇറാന്റെ തകർന്ന ആണവ പദ്ധതിയുടെ പട്ടികയും ഇസ്രായേൽ പുറത്തുവിട്ടു. സുരക്ഷിതമെന്ന് കരുതിയ സ്ഥലങ്ങളിലേക്കും ഇറാൻ കടത്തിയിരിക്കുന്ന ആണവ സാമഗ്രികളുടെ സ്ഥാനങ്ങൾ ഉൾപ്പെടെ ട്രാക്ക് ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. ഇറാൻ ഒരു ചെറിയ അളവിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒളിപ്പിച്ചേക്കാവുന്ന സാധ്യത IDF തള്ളുന്നില്ല. പക്ഷേ ആണവായുധം നിർമ്മിക്കാൻ വേണ്ടത്ര അളവിൽ ഇറാന്റെ കയ്യിൽ നിക്ഷേപം ഉണ്ടാകില്ല. പവർ ഡൂൾ, ന്യൂട്രോൺ റിയാക്ഷൻ, യുറേനിയം മെറ്റൽ നിർമ്മാണം, സിർക്കോണിയം ഉൽപ്പാദനം തുടങ്ങി ആണവ ആയുധ നിർമ്മാണത്തിലേക്കുള്ള എല്ലാ ഘട്ടങ്ങളും തകർത്തതായാണ് IDF വിലയിരുത്തുന്നത്. ആണവ പദ്ധതികളിലേക്കുള്ള ഇറാന്റെ പുനർനിർമ്മാണം അത്ര എളുപ്പമാകില്ല. ഇറാന് മുന്നിലുള്ളത് നിരവധി വെല്ലുവിളികളാണ്. തീർത്തും തകർന്ന ഉപകരണങ്ങൾ തിരിച്ചുപിടിക്കണം, പുതിയ ഫാക്ടറികൾ നിർമ്മിക്കണം, സയന്റിസ്റ്റുകളെ പുതുതായി പരിശീലിപ്പിക്കണം, ആണവ സമഗ്ര പദ്ധതികൾ വീണ്ടും പുതിയതുപോലെ ആരംഭിക്കണം. ഇതെല്ലാം ചെയ്യാൻ ഇറാനിന് കുറഞ്ഞത് 2 വർഷമെങ്കിലും എടുത്തേക്കും. അതിൽ കൂടുതൽ വർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇറാൻ ഈ അടുത്തിടെ നിർമ്മിച്ചെടുത്ത ആണവ ബോംബ് ഉണ്ടാക്കാനുള്ള അവശേഷിച്ച എല്ലാ സൗകര്യങ്ങളും ഇസ്രായേലും യുഎസും തകർത്തിട്ടുണ്ട്.